عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. വീട്ടുകാർ സുബഹി നിസ്കരിച്ച് പിന്നെയും കിടന്നു. നല്ല ക്ഷീണമുണ്ട്, വിറയ്ക്കുന്ന പനി, ശക്തമായ തലവേദന. 9 മണിയായപ്പോൾ രാവിലെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സഹോദരി കയറി വന്നു. വീട്ടുകാരോട് വിശേഷം ചോദിച്ചു. ക്ഷീണിതയായ ഭാര്യയ്ക്ക് ഉടനെ അവരുടെ വീട്ടിൽ പോയി ഗുളിക കൊടുന്ന് മരുന്ന് നൽകി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ അപ്പങ്ങളും ചിക്കൻ കറിയുമായിട്ട് അവർ വരികയാണ്, ഞങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി. കാരണം രോഗാവസ്ഥയിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. കഴിഞ്ഞോ 1 മണിക്കൂർ കഴിഞ്ഞ് അവരുടെ മകൻ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലെത്തിയപ്പോൾ മകൻ്റെ കാറിൽ ഭാര്യയെ അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വിവരമറിയാൻ വീണ്ടും കയറി വരുന്നു. ഒരു അയൽവക്ക സ്നേഹത്തിൻ്റെ മാതൃകാപരമായ ഒരനുഭവം. കേവലം 1 മാസം മാത്രമേ ഈ പരിചയമായിട്ടുള്ളൂ. അതിനിടയിൽ ലഭ്യമായ ഒരു സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, തലോടലിൻ്റെ ഒരനുഭവം പങ്കുവെച്ചതാണ്. ഇത് മനുഷ്യർ തമ്മിലുള്ള ഒരു മാനുഷിക ബന്ധങ്ങളുടെ മികച്ച ഒരു ഉദാഹരണം. ഇതെല്ലാം ഇന്ന് പോവുകയാണല്ലോ. അയൽവക്കത്തെ പ്രശ്നങ്ങളാണ്, കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാണ്. ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ചില ഹൃദയങ്ങളുടെ ഉടമകളായി ആധുനിക ലോകത്തെ ഒരു വിഭാഗം മാറുമ്പോൾ, വഴക്കും മക്കാണവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി സാമൂഹികാന്തരീക്ഷം വൃത്തിഹീനമാക്കുമ്പോൾ, ഇത്തരം കൊച്ചു കൊച്ചു മനോഹരമായ അനുഭവങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളാ സോഷ്യൽ മീഡിയയിൽ ഒരു സൈദി എന്ന യുവ പണ്ഡിതൻ്റെ അനുഭവം. രാത്രി സമയത്ത് അദ്ദേഹം ഭാര്യയും ഒറ്റപ്പെട്ട് ഏതോ ഒരു മലയാളത്തിലൂടെ സഞ്ചരിച്ചു. വാഹനം കേടുവന്നു. എന്തു ചെയ്യും? അപ്പോഴാണല്ലോ ഒരു ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം നൽകുന്നു, എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇവരുടെ യാത്രയെല്ലാം സമ്പുഷ്ടമാക്കിയ ശേഷമാണത്രേ ആ ആഗതനായ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയത്. ഇതാണ് മനുഷ്യത്വം. മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. ഇത് തന്നെയാണല്ലോ മതം. മതം വിപ്ലവമല്ലല്ലോ, വെറുതെ വഴക്കിനുള്ളതല്ലല്ലോ, വർഗീയ കോലാഹലങ്ങൾക്കോ കോപ്പറാട്ടികൾക്കുള്ളതല്ലല്ലോ. മനുഷ്യനെ നേർവഴിയിലാക്കാൻ. ആ നേർവഴിയുടെ പ്രമുഖമായ ഒരധ്യായം തന്നെ മനുഷ്യരുമായി അടുക്കുക, മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുക എന്നതാണ്. ഇപ്പോൾ മഴക്കാലമാണ്. നമ്മുടെ നേതൃത്വങ്ങളൊക്കെ പലപ്പോഴും സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ സഹായികളാകാൻ, കൈകോർക്കാൻ ആഹ്വാനം നൽകാറുണ്ട്. കേവലം ആഹ്വാനം മാത്രമല്ല, നേതൃത്വം അത് കാണിച്ചു തരികയാണ്. അവരുടെ പ്രവർത്തനത്തിൽ അനേകായിരങ്ങളെ സഹായിക്കുന്ന എത്രയോ ഗുണമുള്ള ലീഡർമാരുടെ അധ്യായങ്ങൾ നമുക്ക് തിളക്കമുള്ളതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. ഏറ്റവും വലിയ ലീഡർ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ ഭാഷ ലോകത്തോട് സംസാരിച്ചപ്പോൾ ആദ്യം ആ മഹജീവിതത്തിൽ സ്വന്തം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്തത്. അതല്ലേ വഹീൻ്റെ ആദ്യവേളയിൽ അല്പം വിറയിലും വിഷമവും അസ്വസ്ഥയും അനുഭവപ്പെട്ടപ്പോൾ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിൻ്റെ പ്രവാചകർ വിഷമിക്കണ്ട, അവിടുന്ന് വിഷമിക്കണ്ട, കാരണം അങ്ങ് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, വിഷമക്കാരുടെ വിഷമങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് എന്നായിരുന്നല്ലോ അവിടുന്ന് പ്രതിവചിച്ചത്. അതുകൊണ്ട് തന്നെ വിഷമവും ഒക്കെ വേണ്ട. ഇബാദത്തുകളിൽ മുഖ്യം എത്രത്തോളം എന്നാൽ, ഒരു പക്ഷേ നമുക്ക് ചില സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇബാദത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു മഹത്തായ അനുഭവമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നത് കാണാൻ കഴിയുന്നത്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനങ്ങളോടൊപ്പം, വിശ്വാസികളോടൊപ്പം തവാഫിലായിരുന്നു. അപ്പോഴാണ് ഒരു പാവപ്പെട്ട ആൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾക്കെന്താ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. ഉടൻ മഹാനവറുകൾ തവാഫ് അവസാനിപ്പിച്ച ആ സഹോദരൻ്റെ ആവശ്യപൂർത്തീകരണത്തിനായി പുറപ്പെടുകയാണ്. തവാഫിൻ്റെ ഇടയിൽ ശുദ്ധ കഅബാലയത്തിൻ്റെ സമീപത്താണെന്ന് ഓർക്കണം.
തവാഫിൻ്റെ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കണം. സഹായമൊക്കെ ചെയ്തു കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരനോട് വേറൊരു മനുഷ്യൻ ഹസൻ റളിയല്ലാഹുവിനോട് അല്പം പരുഷമായിട്ട് തന്നെ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നിങ്ങൾ തവാഫിലായിരുന്നില്ലേ? അത് പൂർത്തിയാക്കാതെ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണോ? ആ സമയത്ത് മഹാനവറുകൾ മറുപടി പറഞ്ഞത് നാം ശ്രദ്ധിക്കുക. ഞാൻ എങ്ങനെ പോകാതിരിക്കും? എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുകയും അത് തൻ്റെ പ്രവർത്തനം മുഖേന പൂർത്തീകരിക്കപ്പെടുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത്. ഇനി അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ ഉംറ ചെയ്ത പ്രതിഫലം ലഭ്യമാകും. എനിക്കിപ്പോൾ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടി, അതോടൊപ്പം തവാഫ് ഞാൻ വീണ്ടും മടക്കി ചെയ്യും. എന്തൊരു മറുപടിയാണ്! അതെ, തവാഫിലായിരുന്നു, പക്ഷേ ഒരു പാവപ്പെട്ടവൻ്റെ വിളിയാളും കേട്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമല്ലേ? വിശുദ്ധ മദീന പള്ളിയിലെ ഇത്തിക്കാഫ് ഇരുന്നപ്പോഴാണല്ലോ ഇതിന് സമാനമായ സംഭവം ഉണ്ടായത്. പാവപ്പെട്ട ആളുടെ ആവശ്യം കണ്ടറിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ കടത്തിൽപ്പെട്ട് വിഷമിച്ചതാണ്. ആ കടക്കാരനെ കണ്ട് സംസാരിക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങൾ ആ ഇത്തിക്കാഫ് ഉപേക്ഷിച്ച് പുറപ്പെടുകയാണ്. അപ്പോഴും ചോദ്യം വന്നല്ലോ, മദീന പള്ളിയിലല്ലേ ഇത്തിക്കാഫല്ലേ? അതെ. ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് അല്പം മുമ്പ് ഒരു പറഞ്ഞ വാക്കാണ് ഇതിനെനിക്ക് പ്രേരണയായത്. നിങ്ങളുടെ സഹോദരൻ്റെ വല്ല ആവശ്യവും പൂർത്തീകരിക്കാനായി നിങ്ങൾ പുറപ്പെട്ടാൽ അത് 10 വർഷം ഇത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സഹായത്തിൻ്റെ ഈ വിളംബരം പ്രഖ്യാപിച്ചത് ഇബ്നു അബ്ബാസ് തങ്ങൾ മറുപടിയായി പറഞ്ഞു. കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മതം, ഇതാണ് ദീൻ, ഇതാണ് മനുഷ്യ സേവനം. പറഞ്ഞു വന്നത്, നമ്മുടെ ആവശ്യങ്ങൾ പുറത്ത് പലർക്കും പല രൂപത്തിലുണ്ടാവും. ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെയുള്ളവരുണ്ടാകും. ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ വശങ്ങളല്ലേ? ജ്യേഷ്ഠൻ വിഷമിച്ചാൽ, അനുജൻ വിഷമിച്ചാൽ, മക്കൾ വിഷമിച്ചാലും പോലെ ചിലപ്പോൾ മരുമക്കൾ അല്ലെങ്കിൽ ഇളയമ്മ, മൂത്തമ്മ, ആ കുടുംബങ്ങളിലുള്ള വിഷമങ്ങൾ ഒന്നാമതും രണ്ടാമതും അത് കണ്ടറിയണം. അതൊക്കെ മതത്തിൽ നമുക്ക് വായിക്കാമല്ലോ. ഒപ്പം അയൽവക്കക്കാരൻ്റെ വിഷമങ്ങൾ കണ്ടറിയണം, നാട്ടുകാരുടെ വിഷമങ്ങൾ കണ്ടറിയണം. ആര് എന്ത് വിഷമവുമായി വന്നാലും തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മഹ്ദി റളിയല്ലാഹു അൻഹു ഫിഖ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ലോക പ്രശസ്തനല്ലേ? ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും എണ്ണ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നു. എന്നാൽ അവിടുന്ന് ഒരിക്കൽ കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിഴവി വയസ്സെത്തി വന്ന് ഒലിവ് എണ്ണ, ജൈത്തെണ്ണ ചോദിച്ചുണ്ടോ എന്ന്. അപ്പോൾ മഹാനവറുകളുടെ അടുത്ത് എണ്ണ ഇല്ലായിരുന്നു. ഉടനെ ദർസ് നിർത്തി അങ്ങാടിയിൽ പോയി ആ ഒലിവെണ്ണ സംഘടിപ്പിച്ചു കൊടുത്തു എന്നാണ് ചരിത്രമെങ്കിൽ കണ്ടോ, വലിയ അനേകം യുവ പണ്ഡിതർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതെ, അധ്യാപനം വേണം, ദർസ് വേണം, ഒക്കെ വേണം. പക്ഷേ പാവപ്പെട്ടവൻ്റെ ആവശ്യം അതിനോട് പുറഞ്ഞു തിരിഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ ആവശ്യമായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മഴക്കാലമാണ്. വീടുകൾ തകർന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പറമ്പിൽ വെള്ളം കയറിയവരുണ്ടാകാം, അല്ലെങ്കിൽ ചെളിവെള്ളത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ടാകാം. ഇത് മഴക്കാലത്തിൻ്റെ വിവിധങ്ങളായ ചില ദുരിതങ്ങളൊക്കെ വന്നു ചേരാമെങ്കിൽ സമാനമായ ഒട്ടേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. വീടുകൾ കയറി ചെല്ലുക, അയൽവക്കത്ത് സന്ദർശിക്കുക. എന്താണ് ഇവിടുത്തെ ഇന്നത്തെ സാഹചര്യം? ഭക്ഷണത്തിന് വിഷമിക്കുന്നുണ്ടോ? മരുന്നിന് വിഷമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ? യാത്രയ്ക്ക് പൈസ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാം സഹകരിക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ആ വിഷമത്തിൽ നാം പങ്കുചേരുക. അവരുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റി കൊടുക്കുക. അഫ്ളലുൻ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ സവാബൻ അൻഫഉഹും ലിന്നാസി ഫിദ് ദുനിയ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനം നമുക്ക് കാണാമല്ലോ. അന്ത്യനാളിൽ ഏറ്റവും പ്രതിഫലത്തിൽ ജനങ്ങളുടെ വീട്ടിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയിൽ മുന്നിൽ നിൽക്കുന്നവൻ അൻഫഉഹും ലിന്നാസി ഫിദ് ദുനിയ. ഈ ഭൗതിക ലോകത്ത് ദുനിയാവിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത വ്യക്തികളാണ്. ഇന്നൽ മുഖറബീന ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്നവർ അൽ മുസ്ലിഹൂന ബൈനൻ നാസി, ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ്. ഈ വാക്കുകളൊക്കെ നാം അടിവരയിടണം. ഒന്ന്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാരോ അവൻ അള്ളാഹുവിൻ്റെ പ്രീതി നേടുമത്രേ. ഒപ്പം ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനല്ല, വിഭാഗീയത ഉണ്ടാക്കാനല്ല, അകലങ്ങൾ കൂട്ടുകയാണല്ല, മറിച്ച് അടുപ്പത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചേർന്നു നിൽക്കലുകളുടെ
വാതായനങ്ങൾ തുറന്നു വെച്ച് ജനങ്ങൾ പരസ്പരം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയമൊരുക്കാൻ ആരാണ്, എവിടെയാണ്, ഏത് മേഖലയിലാണ് ശ്രമം നടക്കുന്നത്, അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുപ്പം നാളെ അന്ത്യനാട് ലഭ്യമാകുന്നതെങ്കിൽ അതെ, മനുഷ്യർക്കിടയിൽ ഒരിക്കലും സ്പർദ്ധയല്ല. അവിടെ ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും തർക്കങ്ങൾ വേണ്ട, സ്പർദ്ധകൾ വേണ്ട, ഏറ്റുമുട്ടലുകൾ വേണ്ട. മറിച്ച് ഒരു മനുഷ്യനെ, ഒരു ദുരിതം അനുഭവിക്കുന്ന, ഒരു വിഷമിക്കുന്നവനെ എങ്ങനെ സഹായിക്കാൻ കഴിയും, ഈ ഒരു ചിന്തയാകട്ടെ. ഈ ചിന്തയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ശ്രമങ്ങളുമായി മുന്നോട്ട് സഞ്ചരിക്കുക. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.